റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥാപക ദിനാചരണം പ്രൗഢോജ്വലമായ സമ്മേളനത്തോടെ നടത്തി. തിരുക്കൊച്ചി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 1955 ഒക്ടോബർ 5-ന് അന്ന് കോതപാറ എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ ആസ്ഥാനത്ത് പരീക്ഷണശാലയും ഗവേഷണ കേന്ദ്രവും ആരംഭിക്കുന്നുള്ള സ്ഥലം ബോർഡിന് കൈമാറ്റം ചെയ്ത് കിട്ടിയതിൻ്റെ സ്മരണാർത്ഥമാണ് ദിനാചരണ പരിപാടികൾ നടത്തിയത്. ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന സ്ഥാപക ദിനാചരണത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ രാജൻ ഗുരുക്കൾ സ്മാരക പ്രഭാഷണം നടത്തി. ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവെന്ന് പണ്ട് മുതൽ പറയുമെങ്കിലും ആരുടെ ആവശ്യം എന്നതാണ് ഇന്നത്തെ കാലത്തെ പ്രധാന ചോദ്യമെന്ന് ഡോക്ടർ രാജൻ ഗുരുക്കൾ വ്യക്തമാക്കി. പ്രാകൃത സമൂഹങ്ങളിൽ പുതിയ അന്വേഷണങ്ങൾ നടന്നിരുന്നത് മൊത്തം സമൂഹത്തിൻ്റെ ആവശ്യങ്ങളോടുള്ള പ്രതികരണമെന്ന നിലക്കായിരുന്നു. കണ്ടുപിടുത്തങ്ങളുടെ ഫലവും സമൂഹത്തിൻ്റെ മൊത്തം സ്വത്തായിരുന്നു. എന്നാൽ സമൂഹം വർഗങ്ങളായി വേർപിരിഞ്ഞതോടെ കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ ഫലവും സമൂഹത്തിൽ മേൽക്കൈ ഉള്ള ഒരു ന്യൂനപക്ഷത്തിൻ്റെതായി മാറിയെന്നും ഡോക്ടർ രാജൻ ഗുരുക്കൾ ചൂണ്ടിക്കാട്ടി. ഇപ്പോഴത്തെ ഇത്തരം അവസ്ഥയ്ക്കുള്ള പരിഹാരം തേടിയാണ് വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ഗാന്ധിജി സ്വയം പര്യാപ്തമായ ഗ്രാമസ്വരാജ് എന്ന സങ്കല്പത്തിലും കാൾ മാർക്സ് കമ്മ്യൂണുകൾ എന്ന സങ്കല്പത്തിലും എത്തിച്ചേർന്നെന്ന് രാജൻ ഗുരുക്കൾ വിലയിരുത്തി. സ്ഥാപക ദിനാചരണ സമ്മേളനത്തിൽ റബ്ബർ ബോർഡ് ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ജെയിംസ് ജേക്കബ് സ്വാഗതം ആശംസിച്ചു.